ഹായ് ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. നമ്മളുടെ അടുത്ത് അധികം എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ ഉള്ള വെയ്റ്റ്സ് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണതാണ്. ഇതുപോലെ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പല വർക്കൗട്ടും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. 2 ഡമ്പൽ, ഇത് പഴയ പ്ലേറ്റാണിത്, കണ്ടോ. 10ൻ്റെ 2 പ്ലേറ്റ്, 20ൻ്റെ 2 പ്ലേറ്റ്, 5ൻ്റെ 2 പ്ലേറ്റ്. ഇത് എത്രയാണെന്ന് എനിക്കറിയില്ല, വളരെ പഴയതാണ്. പിന്നെ ഒരു ബാർബലി. ഇത് നമ്മൾ ഒരു 2000 ആ ഒരു ടൈമിലൊക്കെ പർച്ചേസ് ചെയ്തതാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ടിട്ട് ഇതൊന്നും ഇപ്പോൾ ഈ ഒരു സൈസിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 2 പാരലൈറ്റ്സ് പുഷപ്പ് ചെയ്യാൻ, പിന്നെ അതേപോലത്തെ ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ അടിപൊളി. ആദ്യത്തെ വർക്കൗട്ട് നമ്മൾ ഇൻക്ലൈൻ പുഷപ്പാണ് ചെയ്യുന്നത്. ഹൈറ്റിൽ ഹാൻഡ്സ് പ്ലേസ് ചെയ്യുക, ബോഡി സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക, ഇവിടെ നിന്ന് മാക്സിമം ഡൗൺ ആവുക. ഇതൊരു 15 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ട്രൈ ചെയ്യുക. നമ്മളുടെ രണ്ടാമത്തെ വർക്കൗട്ടാണ് ഇത്. നമ്മൾ ഫ്ലോറിലാണ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട്. ഇതിൽ ഷോൾഡർ വിഡ്ത്തിൽ നിങ്ങളുടെ ഹാൻഡ്സ് പ്ലേസ് ചെയ്യുക ഫ്ലോറിൽ, അല്ലെങ്കിൽ ഇതേപോലെ പാരലറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുഷപ്പ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഡീപ്പായിട്ട് താഴേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇതും ബോഡി സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക, മാക്സിമം ഡൗൺ ചെയ്യുക. ഒരു 12 to 15 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മളുടെ മൂന്നാമത്തെ വർക്കൗട്ടാണ് ഡിക്ലൈൻ. ഓക്കെ, നമ്മൾ കാല് ഹൈറ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ബോഡി മാക്സിമം ഡൗൺ ചെയ്യുക. ഓക്കെ, ഈ പുഷപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കുകയും അല്ലെന്നാണെങ്കിൽ ഇങ്ങനെ ഇടുകയും ചെയ്യരുത് താഴേക്ക്. ഓക്കെ, സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക ബോഡി, എന്നിട്ട് ട്രൈ ചെയ്യുക. ഇതും ഒരു 12 to 15 റെപ്സ് ഒരു 3 സെറ്റ് അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലത്തെ പുഷപ്പ് സ്റ്റാൻഡോ പാരലറ്റ്സോ ഇല്ലെങ്കിൽ ഫ്ലോറിൽ പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ഫ്ലോറിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അടുത്ത വർക്കൗട്ടാണ് ബാർബെല്ല് ചെസ്റ്റ് പ്രസ്. ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മളിത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ലിഫ്റ്റ് ചെയ്യുന്നു, നേരെ ഇവിടെ വെക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, വെയിറ്റ് പതിയെ പൊക്കി ഹാൻഡ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതും ഒരു 8 to 12 അല്ലെങ്കിൽ 15 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് എടുക്കാനും തിരിച്ചു വെക്കാനും എളുപ്പമാണ്. ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഷിഫ്റ്റ് ചെയ്ത് താഴേക്ക് ഇറക്കുക. നമ്മളപ്പോൾ ഇതിൽ 20ൻ്റെ 2 പ്ലേറ്റും 5ൻ്റെ 2 പ്ലേറ്റും 50 kg ആണ് കയറ്റിയിരിക്കുന്നത്. പിന്നെ ബാറിൻ്റെ വെയിറ്റും. നമ്മൾ കൂടുതൽ വെയിറ്റ് എടുക്കാൻ നേരത്ത് ഈ ഷിഫ്റ്റിങ് കറക്റ്റായിരിക്കണം, ലിഫ്റ്റ് ചെയ്യണതിനേക്കാൾ കൂടുതൽ. ബിക്കോസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ഈ ഒരു ലെങ്ത്തിലാണ് ഹോൾഡ് ചെയ്യുന്നത് ബാറിൽ. ഓക്കെ, ഇവിടെ നിന്ന് ഇത് പതിയെടുത്ത് ഇതിലേക്ക് വെക്കുക, നീയിലേക്ക് ഹോൾഡ് ചെയ്യുക. വൺസ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഇരിക്കുക. ഓക്കെ, പൊസിഷനൊക്കെ നല്ല കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രം വെയിറ്റ് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. എപ്പോഴും ആലോചിക്കുക, ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടിട്ട് ഇതൊരു പണിയായിരിക്കും. 1 2 നമ്മളിപ്പോൾ കുറച്ച് ആളെ അറ്റംപ്റ്റ് ചെയ്തിട്ട് 3 4 5 6 7 8 9 10 1 2 3 4 5. ഇത് നിങ്ങൾ ഫെയിലിയർ ആവാനൊന്നും നിൽക്കണ്ട, കാരണം ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല, കാരണം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്കൊന്നും പോകണ്ട, അതിന് മുന്നേ തന്നെ ഇതിലേക്ക് കൊടുക്കുക. ഇത് കണ്ടോ. ഓക്കെ, ആ എഴുന്നേറ്റ് വന്നുണ്ടോ, ഓട്ടോമാറ്റിക്കലി ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരും. ഇരുന്നുകൊണ്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ആ എഴുന്നേക്കലിൽ പതിയത് ലിഫ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരാൻ നോക്കിയോ. ഇങ്ങനെ എടുത്തു. ഓക്കെ, ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നേരെ ലെഗിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ഇതുണ്ടോ. ഓക്കെ, ഈസി ഹാക്കാണ്. യെസ്, വെയിറ്റ് കൂട്ടിയിടുമ്പോൾ ഒറ്റക്കാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഫെയിലിയർ വരെ പോവാതിരിക്കുക. ഒരു 1-2 റെപ്സ് മുന്നേ തന്നെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ ചെസ്റ്റിൻ്റെ 5ാമത്തെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ഡംബൽ പ്രസ്. ഓക്കെ, ഇതുണ്ടോ, ബെഞ്ചിലാവുമ്പോൾ നമുക്ക്
എൽബോസ് താഴേക്ക് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലോറിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ പ്രസ് ചെയ്യുക. ഓക്കെ, ഇത് ഞാനിപ്പോൾ 5 കിലോ വെയിറ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വെയിറ്റ് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 10ൻ്റെ 12.5 15 ആ റേഞ്ചിൽ മേടിക്കുക. അത് നിങ്ങൾക്ക് ഓരോന്നിനും അടുത്തടുത്ത സെറ്റ് ചെയ്യാൻ നേരത്ത് വെയിറ്റ് കൂട്ടി ട്രൈ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇല്ലെന്നാണെങ്കിൽ എനിക്ക് അടുത്ത വെയിറ്റ് എടുത്ത് കണ്ടോ ഇതെടുത്തല്ലെങ്കിൽ ഈ ഒരു സംഭവം എടുത്ത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡംബിൾസ് വരുന്നത് ആക്ച്വലി ഫിക്സഡ് ആയിരിക്കുമല്ലോ. ഇതേപോലത്തെ ആരും മേടിക്കാറില്ല, വളരെ കുറവാണ് മേടിക്കുന്നത്. നമ്മളിത് പണ്ട് കാലഘട്ടത്തിൽ മേടിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു മെക്കാനിസം ഉള്ളത് മേടിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേരെ വെയിറ്റ് കൂട്ടിയിട്ട് അടുത്ത സെറ്റ് പോകാം. പക്ഷേ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇപ്പോൾ പലർക്കും ടൈം ഒരു ക്രൈറ്റീരിയൻ ആയതുകൊണ്ടിട്ട് തന്നെ പലർക്കും മടിയായിരിക്കും. അപ്പോൾ നിങ്ങൾ തുടക്കത്തിലൊരു 5, 7.5, 10 ആ ഒരു വെയിറ്റ് കാറ്റഗറിയിൽ വെയിറ്റ് എടുക്കുക. അത് കഴിഞ്ഞ് പോകണമെങ്കിൽ ഒരു 10, 12.5, 15. പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് മേടിച്ച് കൂട്ടുക. പതിയെ അതൊരു ഹാബിറ്റ് ആയിക്കോളും. എന്ത് വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്. ഓക്കെ, നിങ്ങളുടെ ഒരു കംഫർട്ട് അനുസരിച്ച് 8 റെപ്സോ 10 റെപ്സോ അല്ലെങ്കിൽ 12, 15 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് നമ്മൾ പോകുന്നത് ഡംബൽ ഫ്ലൈസ് ആണ്. ഇതിൽ നമ്മളിത് കണ്ടോ നേരെ പിടിച്ചേക്കണേ കണ്ടോ, ഈ ഒരു രീതിയിൽ നേരെ. എൽബോന് ചെറിയൊരു ബെൻഡുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ പിടിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് കണ്ടോ. ഓക്കെ, മാക്സിമം ദൂരം പോകാൻ പറ്റും അത്രയും പോവുക, തിരിച്ചെടുക്കുക. 1 ടച്ച് ചെയ്യണമെന്നില്ല, ടച്ചായാലും കുഴപ്പമില്ല. ഓക്കെ, 2 മാക്സിമം ഔട്ട്സൈഡ് കൊടുക്കാൻ നോക്കുക, എന്നിട്ട് തിരിച്ചെടുക്കുക. ഓക്കെ, അല്ലാതെ പകുതിക്ക് വെച്ചത് ഇവിടം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചെടുക്കാതിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഫ്ലോറിൽ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഇതേപോലെ എൽബോസും ഹാൻഡ്സും ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലോറിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്, ബെഞ്ച് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡംബൽ പുൾ ഓവറാണ്. വെയിറ്റ് പിടിച്ചിരിക്കുന്നുണ്ടോ. ഓക്കെ, ബോഡിയുടെ പൊസിഷൻ കണ്ടോ, ഷോൾഡറിലാണ് നമ്മൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇത് കണ്ടോ ബാക്കിലേക്ക് മാക്സിമം ഇറക്കി കൊടുക്കുക, തിരിച്ചെടുക്കുക. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ആ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യണതാണ്. ഓക്കെ, ഇത് കണ്ടോ ഒരെണ്ണം ബെൻഡ് ചെയ്ത് മുട്ട് താഴെ ഫ്ലോറിൽ പ്ലേസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഫീൽ ചെയ്യും. പുൾ ഓവർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ പിടിക്കുക, അല്ലാതെ ഇങ്ങനെ പിടിക്കരുത്. കണ്ടോ, ഇങ്ങനെ പിടിക്കരുത്, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നതിൽ ഏറ്റവും നല്ലത് കണ്ടോ, ഇതങ്ങോട്ട് തുറന്നു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ഈ കൈ ഇതേപോലെ തുറന്ന് ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, കണ്ടോ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, യെസ് ഗൈസ്. അപ്പോൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് നമ്മളിന്ന് അറ്റംപ്റ്റ് ചെയ്ത്. കുറച്ച് വെയിറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ മേടിക്കണമെങ്കിൽ ഒരു ബാർബിൽ അതിൻ്റെ ഒപ്പം ഒരു 2 5-ൻ്റെ 2 10-ൻ്റെ 2 15-ൻ്റെ പ്ലേറ്റ് വിത്ത് ഒരു 3 ഡമ്പൽ 5 10 15 അല്ലെങ്കിൽ 5 10 12.5. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് ലൈക്ക് ഇപ്പോൾ ചെസ് പ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഒരു 10 പ്ലേസ് ചെയ്തിട്ട് ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ട് 19 20 പ്ലേസ് ചെയ്തിട്ട് ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 15 30 ഇട്ട് ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ ഡമ്പലിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം 5-ൻ്റെ അറ്റംപ്റ്റ് ചെയ്തിട്ട് പിന്നെ 10ലേക്ക് കടക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ 15-ൽ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോഗ്രസീവ് ലോഡ് നമുക്ക് കൊടുത്ത് കുറച്ചും കൂടി സ്ട്രെങ്ത് ട്രെയിനിങ് എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹാബിറ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ.